നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പ്രായമുള്ളവരിലാണ്. അത് പ്രോസ്റ്റേറ്റിൻ്റെ വീർമത, അതിൻ്റെ വീക്കം കാരണം ഉണ്ടാക്കുന്നത്. അതിനാണ് നമ്മൾ BPH എന്ന് വിളിക്കുന്നത്, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. അത് പ്രായമുള്ളവരിലും പ്രോസ്റ്റേറ്റിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ചെറുപ്പക്കാരിലുമാണ് കൂടുതൽ കാണാറ്. നമുക്ക് പ്രോസ്റ്റേറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് വിളിക്കാം. അത് പൊതുവെ ചെറുപ്പക്കാരിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അങ്ങനെ പ്രോസ്റ്റേറ്റിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൂടെ മൂത്രമൊഴിക്കാനുള്ള തോന്നലുണ്ടാവും. അവർക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ 2-3 തവണ മൂത്രമൊഴിക്കാനുള്ള പ്രവണത കാണിക്കാറുണ്ട്. ഇത് കൂടാതെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് അവർക്ക് നീറ്റലോ പുകച്ചിലോ അല്ലെങ്കിൽ അടിവയറ്റിൽ വേദനയോ ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ, പ്രോസ്റ്ററ്റൈറ്റിസിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. ഇത് ചികിത്സിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ആൾക്ക് അടിവയറ്റിൽ വേദന, ഇടുപ്പെല്ലിനുള്ളിൽ വേദന, മലദ്വാരത്തിന് ചുറ്റും വേദന, ടെസ്റ്റിസിലോട്ട് വേദന, പെന്നിസിൻ്റെ അറ്റത്തോട്ട് വേദന, ഇങ്ങനെ വേദനയുടെ കാഠിന്യവും വേദനയുടെ ദിശയും മാറിക്കൊണ്ടിരിക്കും. അങ്ങേയറ്റം ആൾക്ക് നല്ല പനിയും, കടുത്ത പനിയും വിറയലോടെ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ അങ്ങേയറ്റം വരെ പോവാം. ഇനി ഇതല്ല, നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം, വീർമത കാരണമുള്ള അസുഖമാണെങ്കിൽ BPH എന്ന് വിളിക്കുന്ന, അത് സാധാരണ പ്രായമുള്ള 50-55 വയസ്സിന് ശേഷം കാണുന്ന അസുഖമാണ്. അതിനോടനുബന്ധിച്ച് രോഗികൾക്ക് കൂടെ മൂത്രമൊഴിക്കാൻ തോന്നാം, മൂത്രം പിടിച്ച് വയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളിലേക്ക് പോവാം, മൂത്രം പിടിച്ച് വയ്ക്കാൻ ഉദ്ദേശിച്ചാൽ പോലും അത് പെട്ടെന്ന് ലീക്കാവുമോ എന്നുള്ള പേടി കാണാം, രാത്രി 2-ൽ കൂടുതൽ തവണ എഴുന്നേറ്റ് മൂത്രമൊഴിക്കേണ്ട ആവശ്യം കാണാം, മൂത്രത്തിന് പഴയ ഫോഴ്സ് ഇല്ലാത്ത പോലെ മൂത്രം കുറച്ചും കൂടെ മുക്കി സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കേണ്ട ആവശ്യം വരാം, മൂത്രം വിട്ട് പോവാം, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ബാക്കി കുറച്ച് കെട്ടിക്കിടക്കുന്ന പോലെയുള്ള തോന്നലുകൾ വരാം. ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് വീക്കത്തിനുള്ള ലക്ഷണങ്ങൾ.